Good afternoon. Good afternoon, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത്? ജോബ് ഓഫേഴ്സും അതിന്റെ ടൈപ്സ് ഒക്കെ അല്ലേ പറഞ്ഞത്. അതുപോലെ തന്നെ കണ്ടന്റ്സ് ഓഫ് ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ് പറഞ്ഞു അല്ലേ. ഇനി നെക്സ്റ്റ് സാമ്പിൾ ഓഫ് ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ് അല്ലേ എഴുതാനുള്ളത്? അതല്ലേ എടുക്കാനുള്ളത്? ഓക്കെ, ശരി. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് വായിച്ചു നോക്കിയോ? ക്ലിയർ ആണോ? കഴിഞ്ഞ ക്ലാസ്സിലെ ഭാഗങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണ്, ശരി. അപ്പൊ സാമ്പിൾ ഓഫ് ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ്, ആ സാമ്പിൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ. സോ സാമ്പിൾ ഓഫ് ഓഫർ ഓഫ് എംപ്ലോയ്മെന്റില് പറയുന്നത് ജസ്റ്റ് ഒരു ഓഫർ ലെറ്ററിന്റെ ഓഫറിന്റെ ജോബ് ഓഫറിന്റെ ഒരു സാമ്പിൾ അല്ലെങ്കിൽ ഒരു മോഡൽ ആട്ടോ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതില് കമ്പനിയുടെ ഫസ്റ്റ് വൺ നോക്കിയേ. ഒരു കമ്പനിയുടെ ഏത് കമ്പനിയാണോ നമുക്ക് ആ ഒരു ലെറ്റർ ഓഫർ അയക്കുന്നത്, ആ കമ്പനിയുടെ ഇൻഫർമേഷൻസ് ആയിരിക്കും ഉള്ളിൽ കൊടുക്കുക. അതായത് ഡേറ്റ് ഉണ്ടാവും, നെയിം ഓഫ് റെസിപ്പിയന്റ്, ഏത് ആപ്ലിക്കന്റിനാണ് നമ്മൾ അത് അയക്കുന്നത്, അതാണ് റെസിപ്പിയന്റ് പേര്, ആപ്ലിക്കന്റ് ആണ് കേട്ടോ. ആരാണോ ഇത് സ്വീകരിക്കേണ്ട ആള്, അദ്ദേഹത്തിന്റെ പേര്, ടൈറ്റില്, നെയിം ഓഫ് ദ കമ്പനി, ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, അഡ്രസ് ഓഫ് ദ കമ്പനി. ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ഒരു ഭാഗത്ത് വരിക. ഇനി ഡിയർ എന്താണ് അവരുടെ പേര്, ആ ഒരു റെസിപ്പിയന്റിന്റെ പേര് കൊടുക്കും. ഡിയർ അല്ലെങ്കിൽ ഡിയർ ഇന്നാണ്, ആ ഒരു പേര് കൊടുക്കും. ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഗ്രേറ്റ് പ്രഷർ ഫോർ അസ് ടു ഗിവ് യു ആൻ ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ് അറ്റ് നെയിം ഓഫ് ദ കമ്പനി. ആ നെയിം ഓഫ് ദ കമ്പനി എന്ന് പറഞ്ഞാൽ ഏത് കമ്പനിയാണോ ആ കമ്പനിയുടെ പേരാട്ടോ അവിടെ വെക്കുക. ആ കമ്പനിയിലേക്ക് ഒരു എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് ഓഫർ നമ്മൾ നിങ്ങൾക്ക് തരുന്നത് ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. And we hope that your knowledge, skills, abilities and experience will prove to be an asset for our company. നിങ്ങളുടെ കഴിവുകളും അറിവും അതുപോലെ തന്നെ പ്രാവീണ്യവും എന്താണ് എക്സ്പീരിയൻസും ഒക്കെ എന്താണ് നമ്മുടെ കമ്പനിക്ക് ഒരു അസറ്റ് ആയി മാറുമെന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ആസ് പെർ ദ കോൺവെർസേഷൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഭാഷണത്തിൽ നിന്നും ദ പൊസിഷൻ ഈസ് ഡെസിഗ്നേഷൻ ഈസ് ഡാഷ് ആണ്. അപ്പൊ എന്താണ് പൊസിഷൻ എന്നുള്ളത്, ആ ഒരു ഡെസിഗ്നേഷൻ അവരുടെ പദവി, എന്ത് പദവിയാണ് അവർ വഹിക്കുന്നത് എന്നുള്ളത് ആ ഒരു ഡെസിഗ്നേഷൻ എന്ന് പറയുന്ന അടുത്ത് എഴുതണം. അതുപോലെ തന്നെ യുവർ ഡേറ്റ് ഓഫ് ജോയിനിങ് വിൽ ബി, ജോയിനിങ് ഡേറ്റ് ഇന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ജോയിനിങ് ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. ദ എൻക്ലോഷർ ഓഫ് ദ എംപ്ലോയി ഹാൻഡ് ബുക്ക് ഗിവ്സ് ബ്രീഫ് ഡീറ്റെയിൽ അബൌട്ട് ദ മെഡിക്കൽ ആൻഡ് റിട്ടയർമെന്റ് ക്ലെയിംസ് ഓഫേർഡ് ബൈ അവർ കമ്പനി. അതുപോലെ തന്നെ ആ കമ്പനി നമുക്ക് തന്നിട്ടുള്ള എംപ്ലോയീസിന് കൊടുക്കുന്ന ഹാൻഡ് ബുക്കില് ബ്രീഫ് ആയിട്ട് നമ്മുടെ അവർക്ക് കിട്ടാൻ പോകുന്ന മെഡിക്കൽ ആൻഡ് റിട്ടയർമെന്റ് ക്ലെയിംസ്, ആ ഒരു കമ്പനി കൊടുക്കുന്ന ബെനിഫിറ്റ്സ് ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇഫ് യു അക്സെപ്റ്റ് ദിസ് എംപ്ലോയ്മെന്റ് ലെറ്റർ, ഇപ്പൊ നിങ്ങൾ ഈ ഒരു എംപ്ലോയ്മെന്റ് ലെറ്റർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് പുട്ട് യുവർ സിഗ്നേച്ചർ ഓൺ എ സെക്കൻഡ് കോപ്പി ഓഫ് ദിസ് പർട്ടിക്കുലർ ഓഫർ ലെറ്റർ ഇൻ ദ പ്രൊവൈഡഡ് പേജ് ആൻഡ് റിട്ടേൺ ബാക്ക് ടു us. അതുപോലെ തന്നെ ഈ ഒരു ഓഫർ ലെറ്ററിന്റെ സെക്കൻഡ് കോപ്പിയിൽ എന്താണ് സൈൻ ചെയ്യേണ്ട ഭാഗത്ത് സിഗ്നേച്ചർ ഇടുക. അതിനുശേഷം അത് റിട്ടേൺ ബാക്ക് ടു us, ഇവർക്ക് തന്നെ തിരികെ അയക്കണം. For your convenience, a stamped and self-addressed envelope is enclosed there. ഇതിന് കൂടെ തന്നെ ഒരു സ്റ്റാമ്പ്ഡ് ആയിട്ടുള്ള സെൽഫ് അഡ്രസ്ഡ് ആയിട്ടുള്ള എൻവലപ്പും ഇതിന് കൂടെ വെച്ചിട്ടുണ്ട്. Looking forward to welcoming you as a new employee and working with the name of company. ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു പുതിയ എംപ്ലോയി ആയിട്ട് നിങ്ങളെ ഞങ്ങൾ നോക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കുന്നു. താങ്ക്സ് ആൻഡ് റിഗാർഡ്സ്, അവരുടെ നെയിം, അതുപോലെ നമ്മുടെ നെയിം, അതുപോലെ തന്നെ ടൈറ്റില്, എൻക്ലോഷർ. എന്താണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു മോഡൽ അല്ലെങ്കിൽ സാമ്പിൾ പോലെ നമ്മൾ കാണിച്ചിരിക്കുന്നതാണ്. ഒരു ഓഫർ ലെറ്ററിന്റെ ജസ്റ്റ് ഒരു സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതില് ഏത് കമ്പനിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്, ആർക്കാണ് ഇത് അയക്കുന്നത്, ഏത് കമ്പനിയുടെ ഓഫർ ആണ്, ഏത് പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഏത് പദവിയിലേക്കാണ് നമ്മളെ അയക്കുന്നത്, ഡേറ്റ് ഓഫ് ജോയിനിങ് എന്നാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു കമ്പനി പറയുന്ന ആ ഓഫർ അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയ്മെന്റ് ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവരത് സൈൻ ചെയ്ത് തിരികെ ആ കമ്പനിക്ക് തന്നെ റിട്ടേൺ ബാക്ക് ചെയ്യേണ്ടതുമാണ്. ക്ലിയർ അല്ലേ? ജസ്റ്റ് മോഡൽ കാണിച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സാമ്പിൾ തന്നിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടാ. കഴിഞ്ഞു. ഓക്കെ ശരി. ഓക്കെ ശരി. സോ നമ്മുടെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞുള്ള ഭാഗം സോളി മാം സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നോ? സോളി മിസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ? ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവാൻ ഇനി കൂടുതലുള്ളത് മിലു മിസ്സിന്റെ ഭാഗം അല്ലേ? മിലു മിസ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് സെലക്ഷൻ പ്രൊസീജിയർ ആണ്. സെലക്ഷൻ പ്രൊസീജിയർ ആണോ മിസ് എടുത്തുകൊണ്ടിരിക്കുന്നത്? ആണ്. പ്രോസസ് ഓഫ് സെലക്ഷൻ. ഓക്കെ ശരി. പ്രോസസ് ഓഫ് സെലക്ഷനില് ഈ സെലക്ഷൻ പ്രൊസീജിയർ സ്റ്റെപ്പ് 1, 2, 3, 4, 5, 6 ഇതില് നമ്മള് 3 മുതൽ നമ്മൾ എടുത്തു. ഓർക്കുന്നുണ്ട്? ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ, റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, ഹയറിംഗ് ഡിസിഷൻ. ഈ 4, അതായത് 3, 4, 5, 6 ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ചെയ്തില്ലേ? ഹയറിംഗ് ഡിസിഷൻസും റെഫറൻസ് ചെക്കും മെഡിക്കൽ എക്സാമിനേഷനും എംപ്ലോയി ഇന്റർവ്യൂ ഒക്കെ പഠിച്ചില്ലേ? പഠിച്ചോ? പഠിച്ചു. അപ്പൊ ആ ഒരു 4 സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിനു മുൻപുള്ള 2 സെക്ഷനുകളുണ്ട്. അതായത് സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസും സെലക്ഷൻ ടെസ്റ്റുകളും. അപ്പൊ അതിൽ സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് ഓൾറെഡി മിസ് സ്റ്റാർട്ട് ചെയ്തോ? സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് ഓക്കെ ശരി, അത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സെലക്ഷൻ ടെസ്റ്റുകൾ നോക്കാം കേട്ടോ. അപ്പൊ അതൊരു സെപ്പറേറ്റ് ടോപ്പിക് ആണ് കേട്ടോ, സെലക്ഷൻ. ഇപ്പൊ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഓരോന്നും കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പ്രോസസ് ആണ് കേട്ടോ. അപ്പൊ അതിൽ നമുക്ക് സെലക്ഷൻ നോക്കാം കേട്ടോ, സെലക്ഷൻ ടെസ്റ്റുകൾ. നിങ്ങളുടെ പേജ് നമ്പർ എത്രയാണെന്ന് മിസ്സിന് അറിയില്ല. മിസ്സിന്റെ 31 ആണ് കിടക്കുന്നത്. ഇടയിൽ വ്യത്യാസം ഉണ്ടാവും ചിലപ്പം. 28 ആണ്. നിങ്ങളുടെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. മിസ്സിന്റെ 31 ആണ് കിടക്കുന്നത് കേട്ടോ. ഓക്കെ ശരി. അപ്പൊ നമുക്ക് തുടങ്ങാം സെലക്ഷൻ ടെസ്റ്റുകള്. അപ്പൊ ഒരു സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഒരു എംപ്ലോയിയെ ഇപ്പൊ ഒരു ആപ്ലിക്കൻസിൽ നിന്ന്, ഒരു ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസിൽ നിന്നോ ഒരു എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയെയോ അല്ലെങ്കിൽ എംപ്ലോയീസിനെയോ ആ ഒരു പൊസിഷനിലേക്ക്, ആ ഒരു ജോബ് വേക്കൻസി എന്തിനാണോ വരുന്നത് ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അല്ലേ? അതിനല്ലേ സെലക്ഷൻ ടെസ്റ്റുകൾ ചെയ്യുന്നത്. പല പല ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു വ്യക്തി ആ ഒരു ജോലിക്ക് അനുയോജ്യരാണോ അല്ലയോ എന്ന് നമ്മൾ സെലക്ഷൻ ടെസ്റ്റുകളിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ ഈ ഒരു സെലക്ഷൻ ടെസ്റ്റ് പല ടൈപ്പ് ഓഫ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോ തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ശരി. അപ്പൊ നോക്കിയേ, ടെസ്റ്റ് ആർ ഓൾസോ നോൺ ആസ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. അപ്പൊ ഈ സെലക്ഷൻ ടെസ്റ്റുകളെ നമുക്ക് എന്തും കൂടി വിളിക്കാം?
സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ എന്ന് കൂടി വിളിക്കാം കേട്ടോ. അപ്പൊ സെലക്ഷൻ ടെസ്റ്റുകളെ നമുക്ക് എന്ത് കൂടി വിളിക്കാം? സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ എന്ന് കൂടി നമുക്ക് വിളിക്കാവുന്നതാണ്. എന്താ? മനഃശാസ്ത്രപരമായിട്ടുള്ള പരിശോധനകൾ. These tests are important tools which are used for the selection procedure. സെലക്ഷൻ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾ തന്നെയാണ് ഈ ടെസ്റ്റുകൾ ചെയ്യാന്നുള്ളത്. ഇതുവഴി നമുക്ക് എംപ്ലോയീസിനെ ഇവാലുവേറ്റ് ചെയ്യാനും അവരുടെ കഴിവുകളും സ്കില്ലും നോളജും ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനൊക്കെ നമുക്ക് ഈ ഒരു പല ടെസ്റ്റുകൾ ചെയ്യുന്നതിലൂടെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഒരു സെലക്ഷൻ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടൂള് അല്ലെങ്കിൽ ഒരു ഒരു ടെസ്റ്റ് തന്നെയാണ് ഈ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ അല്ലെങ്കിൽ സെലക്ഷൻ ടെസ്റ്റുകൾ ചെയ്യാന്നുള്ളത്. Then a psychological test is conducted to evaluate some sets of skilled and capabilities of a worker which are supposed to be there for a successful job outcome as per the job analysis. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ചെയ്യാന്ന് conducted to evaluate some sets of skills and capability of a worker. അതായത് നമ്മൾ ഇവര് ഒരു ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാനില്ല അവരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റുകൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ജോബുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു കഴിവ്, വിജയകരമായ ഒരു ജോലി, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വിജയകരമായ ഒരു ഫലം നമുക്ക് ഉറപ്പുവരുത്തുന്ന രീതിയിൽ ആ വർക്കറിന് ചില പ്രത്യേകമായിട്ടുള്ള കഴിവുകളോ അല്ലെങ്കിൽ പ്രാവീണ്യമോ ഒക്കെ ഉണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ചെയ്യുന്നത്. Then a test is a tool designed to evaluate the selective psychological elements. അപ്പൊ എല്ലാ എലമെന്റ്സും അല്ല, നമ്മുടെ ചില സെലക്റ്റീവ് ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള അവരുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഘടകങ്ങളാണ് നമ്മൾ ഈ ടെസ്റ്റുകളിലൂടെ മനസ്സിലാക്കുന്നത്. The primary reason for conducting the test in the selection procedure is to easily and accurately evaluate differences between job-related capacities and skills of individuals. അപ്പൊ ഇവിടെ ഒരു പ്രൈമറി റീസൺ, അതായത് ഈ ഒരു സെലക്ഷൻ ടെസ്റ്റ് നമ്മൾ ഈ ഒരു സെലക്ഷൻ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും ചെയ്യുന്നതിന്റെ ആ ഒരു പ്രാഥമിക കാരണം എന്ന് പറയുന്നത് നമുക്ക് ജോബ് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ ഒരു വ്യക്തിയുടെ അവിടെ വന്നിട്ടുള്ള ഓരോ ആപ്ലിക്കൻസിന്റെയും ജോലിയുമായി ബന്ധപ്പെട്ട അവരുടെ കഴിവുകളും സ്കിൽസും എത്രത്തോളമാണ് എന്ന് നമുക്ക് വ്യത്യാസങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ വളരെ എളുപ്പത്തിലും ആക്യുറേറ്റ് ആയിട്ട് കൃത്യമായിട്ടും നമുക്ക് വിലയിരുത്താനായിട്ട് ഈ സെറ്റ് ഓഫ് ടെസ്റ്റുകൾ വഴി സാധിക്കുന്നുണ്ട്. Then as human capabilities are interconnected to each other and complicated in nature, therefore they must be understood in relation to one another. നമ്മുടെ മനുഷ്യരുടെ കഴിവുകൾ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്? പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെ. അപ്പോ അതുപോലെ തന്നെ വളരെ സങ്കീർണമായിട്ടുള്ള സ്വഭാവമാണ് അതിന്. Therefore they must be understood in relation to one another. അതുകൊണ്ട് തന്നെ അവ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ എത്രത്തോളം കഴിവുണ്ട് എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഏതൊരു ജോലിയിലേക്ക് ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ആദ്യത്തെ ആ ഒരു പാരഗ്രാഫ് ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കാട്ടോ. ഇപ്പൊ സെലക്ഷൻ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്നുകൂടി അറിയപ്പെടുന്നുണ്ട്? സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ എന്നുകൂടി ഈ സെലക്ഷൻ ടെസ്റ്റുകളെ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരു സെലക്ഷൻ പ്രൊസീജിയറിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾ തന്നെയാണ്. എന്താണ്? ഏത് ടീച്ചറാണ് എടുത്തത്? ഈ സെലക്ഷൻ ടെസ്റ്റുകൾ എടുത്തോ? എടുത്തിട്ടില്ലല്ലോ. ഇല്ല. എന്ത് റുബിയ പറഞ്ഞ മിസ്സിന് മനസ്സിലായില്ല? കറക്റ്റ് പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ നിങ്ങൾ അവർക്ക്. ചിലർക്ക് മാറിപ്പോയിട്ടുണ്ടേ. മിസ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാ എടുക്കുന്നത്. 28ഓ? മിസ് 31 തുടങ്ങി. നിങ്ങളുടെ 28 എന്ന് പറയുമ്പോൾ ഏതാന്ന് വെച്ചിട്ട് കറക്റ്റ് അറിയില്ല കേട്ടോ മക്കളെ. നിങ്ങളുടെ കയ്യിലുള്ളതും മിസ്സിന്റെ കയ്യിലുള്ള നമ്പർ വ്യത്യാസമുണ്ടേ. ഇതില് 28 കാണിക്കുന്നത് പ്രിലിമിനറി ഇന്റർവ്യൂ ആണ്.
ഇവിടെ എവിടെയാണ് സെലക്ഷൻ ടെസ്റ്റ്? ഈ 2 പോയിന്റ് ആണോ പറഞ്ഞേ? ഈ പോയിന്റ് ആണോ മക്കളെ പറഞ്ഞത്? ഇതാണോ ഉദ്ദേശിച്ചേ സെലക്ഷൻ പ്രൊസീജിയർ? ഓ അതാണോ ചോദിച്ചത്? ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അതിനെ പറ്റി ഒരു ബ്രീഫ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഈ സെലക്ഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് ഒരു 6 സ്റ്റെപ്പ് ഉണ്ടെന്ന് പഠിച്ചല്ലോ. ആ 6 സ്റ്റെപ്പുകളും ഇവിടെ ബ്രീഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? 6 സ്റ്റെപ്പുകളും. അതിൽ സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് ഉണ്ട്, സെലക്ഷൻ ടെസ്റ്റുകൾ ഉണ്ട്, സെലക്ഷൻ ഇന്റർവ്യൂ ഉണ്ട്, മെഡിക്കൽ എക്സാമിനേഷൻ, റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, ഹയറിംഗ് ഡിസിഷൻസ് ഓർ അപ്രൂവൽ ബൈ അപ്രോപ്രിയേറ്റ് അതോറിറ്റി. ഇതില് മിസ് ഓൾറെഡി ആദ്യം എവിടെ മുതൽ എടുത്തിരുന്നു? സെലക്ഷൻ ഇന്റർവ്യൂ അല്ലെങ്കിൽ എംപ്ലോയി ഇന്റർവ്യൂ എന്ന് പറഞ്ഞ ടോപ്പിക്കല്ലേ ആദ്യം തുടങ്ങിയത് അല്ലേ? ഈ ചാപ്റ്ററിൽ മിസ് ആദ്യം തുടങ്ങിയത് എംപ്ലോയി ഇന്റർവ്യൂ എന്നുള്ള ടോപ്പിക്കാണ്. അത് പറഞ്ഞ് നമ്മള് അതിന് കണ്ടിന്യൂഷൻ ആയിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ പറഞ്ഞു, റെഫറൻസ് ചെക്ക് പറഞ്ഞു, ഹയറിംഗ് ഓർ സെലക്ഷൻ ഡിസിഷൻസ് പറഞ്ഞു. ഓർക്കുന്നോ? ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ആയിരുന്നു. ഇനി ഈ 2 പോയിന്റ് വരെ ആ മിസ് എടുത്തിട്ടുള്ളോ? ഇത് കഴിഞ്ഞായിരുന്നോ മിസ്സിന്റെ? കംപ്ലീറ്റ് ആയിരുന്നോ? പ്രിലിമിനറി ഇന്റർവ്യൂ തുടങ്ങിയോ? ഇല്ല. അതാണോ കൺഫ്യൂഷൻ വന്നത്? ഓക്കെ. അപ്പൊ പ്രിലിമിനറി ഇന്റർവ്യൂ അതുപോലെയുള്ള ആപ്ലിക്കേഷൻ ഫോം, പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം, ഇതെല്ലാം ഫസ്റ്റ്, അതായത് ഫസ്റ്റ് സ്റ്റെപ്പിലെ സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് ഇതിലാട്ടോ വരുന്നത് കേട്ടോ. ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇനി വരുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മിസ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഇനി മിലു മിസ് ഈ ഭാഗങ്ങൾ കണ്ടിന്യൂ ചെയ്തെടുക്കും. അതായത് മിസ് മെയിൻ ആയിട്ട് എടുക്കാൻ പോകുന്നത് ആ ഒരു സ്റ്റെപ്പ് 1 ആണ്. മനസ്സിലായോ? സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് 1 ആണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ആദ്യം ആ ഒരു 6 ബ്രീഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് ഓരോന്നും എടുത്ത് ഡീറ്റെയിൽ ആയിട്ടും പഠിക്കുന്നുണ്ട്. മനസ്സിലായോ? അതിൽ ഒന്നാമത്തെ സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് ആയിരിക്കും ഇനി മിലു മിസ് കണ്ടിന്യൂ ചെയ്തെടുക്കാൻ പോകുന്നത്. രണ്ടാമതാണ് നമ്മൾ എടുക്കുന്ന സെലക്ഷൻ ടെസ്റ്റ്. മനസ്സിലായോ? അവിടെ പറഞ്ഞതിനും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നേ. ക്ലിയർ ആയോ? ഡൗട്ട് മാറിയോ? ഓക്കെ, ശരി. ശരി, അപ്പൊ നോക്കി സെലക്ഷൻ ടെസ്റ്റുകളെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ എന്നറിയപ്പെടുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഈ സെലക്ഷൻ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂൾ ആയിട്ട് നമുക്ക് ഈ സെലക്ഷൻ ടെസ്റ്റുകളെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ജോബുമായി ബന്ധപ്പെട്ട് ആ ജോലിയുടെ ഒരു വിജയകരമായ ജോലിയുടെ ആ ഒരു ഫലത്തിന് അല്ലെങ്കിൽ ആ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോലിയുടെ റിസൾട്ട് കിട്ടാൻ, ഒരു ഔട്ട്കം കിട്ടുന്നതിന് വേണ്ടി ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഒരു തൊഴിലാളിക്ക് അല്ലെങ്കിൽ ഒരു വർക്കറിന് വേണ്ടിയതായിട്ടുള്ള ചില പ്രത്യേകമായിട്ടുള്ള സെറ്റ് ഓഫ് സ്കിൽസും കപ്പബിലിറ്റീസും അവർക്കുണ്ടോ എന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് യൂസ് ടു ഇവാലുവേറ്റ് സെലക്റ്റീവ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ എലമെന്റ്സ്. എല്ലാ എലമെന്റ്സും അല്ല, വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ചില പ്രത്യേകമായിട്ടുള്ള സൈക്കോളജിക്കൽ എലമെന്റ്സ് ആണ് ആ കാൻഡിഡേറ്റിനെ നമ്മൾ ഈ ടെസ്റ്റിലൂടെ എന്ത് ചെയ്യുന്നത്? വിലയിരുത്തുക. ദെൻ പ്രൈമറി റീസൺ, ഈ ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള പ്രാഥമിക കാരണം എന്ന് പറയുന്നത് ഇത് നമുക്ക് എളുപ്പത്തിൽ ഈ പ്രൊസീജിയർ ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും. അത് ഒന്നാമത്തെ കാര്യം. ഈസി ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും ഒരു ജോബ് റിലേറ്റഡ്, ഒരു ഇൻഡിവിജ്വലിന്റെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കഴിവുകളും സ്കില്ലുകളും മനസ്സിലാക്കാനായിട്ടും കൃത്യതയോടുകൂടി മനസ്സിലാക്കാനായിട്ടും എളുപ്പത്തിൽ ചെയ്തു തീർക്കാനും പറ്റുന്ന ഒരു സെലക്ഷൻ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഈ സെലക്ഷൻ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇപ്പൊ എളുപ്പത്തിൽ നമുക്ക് ഈസിലി ആക്യുറേറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ കഴിവുകളും സ്കിൽസും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അത് അവരുടെ ഡിഫറൻസും ഒക്കെ നമുക്ക് വിലയിരുത്താനായിട്ട് ഈ ഒരു ടെസ്റ്റ് വഴി സാധിക്കുന്നുണ്ട്. ദെൻ ഒരു ഹ്യൂമൻ കാപ്പബിലിറ്റി, ഒരു മനുഷ്യന്റെ കഴിവുകൾ എന്ന് പറയുന്നത് എപ്പോഴും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതൊരു കോംപ്ലിക്കേറ്റഡ് നേച്ചർ ആണ്. അത് കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെലക്ഷൻ ടെസ്റ്റുകൾ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആപ്ലിക്കൻസിന് നമ്മൾ സെലക്ടഡ് ആവുന്നതിന് മുൻപ് നമ്മൾ ആപ്ലിക്കൻസിന് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ടെസ്റ്റുകൾ അല്ലെങ്കിൽ ചെയ്ത് അവരുടെ ആ ഒരു കഴിവുകളും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ നോളജ് സ്കില്ല് മുതലായ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടായിരിക്കും അവരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുക. ക്ലിയർ ആണോ? ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, ശരി. ഇനി ഒരു 2-3 ഡെഫിനിഷൻ ആണ് കേട്ടോ നമുക്ക് പഠിക്കാനുള്ളത്. അക്കോർഡിംഗ് ടു വെയിൻ എഫ് കാസിയോ, a psychological test is a standardized measure of behavior. ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് എപ്പോഴും ഒരു വ്യക്തിയുടെ ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റത്തെ അളക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലവാരമുള്ള ഒരു പരിശോധനയായിട്ട് കണക്കാക്കുന്നു എന്നാണ് വെയിൻ എഫ് കാസിയോയുടെ അഭിപ്രായത്തിൽ പറയുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഡെഫിനിഷൻസും ഒന്ന് നോക്കണേ. ആര് പറഞ്ഞെങ്കിൽ ആരുടെ അഭിപ്രായത്തിലുള്ളതാണെന്നും കൂടി പഠിച്ചു വെച്ചേക്കണം കേട്ടോ. സൈക്കോളജിക്കൽ ടെസ്റ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് മെഷർ ഓഫ് ബിഹേവിയർ. ഒരു വ്യക്തിയുടെ ഒരു ഇൻഡിവിജ്വലിന്റെ പെരുമാറ്റത്തെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അളക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലവാരമുള്ള ഒരു പരിശോധനയാണ് ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആരുടെ അഭിപ്രായത്തിലാണ്? വെയിൻ എഫ് കാസിയോയുടെ അഭിപ്രായത്തില്. രണ്ടാമതായിട്ട് പറയുന്ന ഡെഫിനിഷൻ, അക്കോർഡിംഗ് ടു ക്രോൺബാച്ച്, എ ടെസ്റ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഫോർ കമ്പയറിംഗ് ദ ബിഹേവിയർ ഓഫ് 2 or more പേഴ്സൺ. എന്താണ് ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ, ഒരു വ്യവസ്ഥാപിതമായ ഒരു നടപടിക്രമമാണ്. ഫോർ കമ്പയറിംഗ്, എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? 2 അതിൽ കൂടുതലോ വ്യക്തികളുടെ ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റത്തെ താരതമ്യം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വ്യവസ്ഥാപിതമായ ഒരു നടപടിക്രമമാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് നമുക്ക് പറയാം പറ്റില്ലേ? ഇപ്പൊ ഒരു ആപ്ലിക്കൻസില് ഇപ്പൊ കുറച്ചു പേരെ നമ്മൾ സെലക്ട് ആക്കാനായിട്ട് നമുക്ക് ഓക്കെയാണ്. അവരുടെ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് നോക്കുമ്പോ 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ പേരുകളുടെ ബിഹേവിയേഴ്സ് തമ്മിൽ നമുക്ക് കമ്പാരിസൺ നടത്താൻ പറ്റുമോ? അവരുടെ ഓരോരുത്തരുടെയും സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ചെയ്തത് വെച്ചിട്ട് നമുക്ക് കമ്പാരിസൺ നടത്താൻ പറ്റും അല്ലെ? അപ്പൊ അങ്ങനെ 2 അതിൽ കൂടുതലോ ആളുകളുടെ ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റത്തിനെ കമ്പാരിസൺ നടത്തലിൽ താരതമ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വ്യവസ്ഥാപിതമായ നടപടിക്രമമാണ് ഈ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്നാണ് ക്രോൺബാച്ച് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്ന ഡെഫിനിഷൻ മിൽട്ടൺ ആൻഡ് ബ്ലം ആണ്. അതായത് എ ടെസ്റ്റ് ഈസ് എ സാമ്പിൾ ഓഫ് ആൻ ആസ്പെക്ട് ഓഫ്, ഒരെണ്ണം അതിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എ ടെസ്റ്റ് ഈസ് എ സാമ്പിൾ ഓഫ് ആൻ ആസ്പെക്ട് ഓഫ് ഇൻഡിവിജ്വൽസ് ബിഹേവിയർ, പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഒരു ഇൻഡിവിജ്വലിന്റെ പെരുമാറ്റം, പ്രകടനം, അവരുടെ മനോഭാവം മുതലായ ആസ്പെക്ട് അല്ലെങ്കിൽ മുതലായ വശങ്ങളുടെ ഒരു സാമ്പിൾ അല്ലെങ്കിൽ ഒരു സാമ്പിളിൽ എടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? അവരുടെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പല ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ പെരുമാറ്റം എങ്ങനെയാണ്, അവരുടെ പ്രകടനം എങ്ങനെയാണ്, അവരുടെ ആ ഒരു ജോലിയോടുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിതത്തോടുള്ള അവരുടെ മനോഭാവം എന്താണ് മുതലായ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള വശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സാമ്പിൾ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടുമോ? ഒരു വ്യക്തി പൂർണ്ണമായിട്ട് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെ? എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്താൽ പോലും. എന്നാൽ പോലും ഒരു ഏകദേശ ധാരണ കിട്ടില്ലേ? ഈ ഒരു വ്യക്തി ഇങ്ങനെയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഇന്ന കഴിവുകളുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഏകദേശം ഇന്ന രീതിയിലുള്ള ഒരു മനോഭാവമുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഒരു സാമ്പിൾ കിട്ടും അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള സാമ്പിൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിശോധനയാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്നാണ് മിൽട്ടൺ ആൻഡ് ബ്ലം പറയുന്നത്. ക്ലിയർ ആണോ ആ ഒരു 3 ഡെഫിനിഷൻ? വെയിൻ എഫ് കാസിയോന്റെയും ക്രോൺബാച്ചിന്റെയും മിൽട്ടൺ ആൻഡ് ബ്ലമിന്റെയും ആ 3 ഡെഫിനിഷൻസും പഠിച്ചു വെച്ചേക്കണേ. അപ്പൊ അവിടെ വരെ സെലക്ഷൻ ടെസ്റ്റ് ആദ്യം മുതൽ ഈ ഒരു 3 ഡെഫിനിഷൻ വരെയും വേഗം ഒന്ന് വായിച്ചു നോക്കിയിട്ട് റിപ്ലൈ തരാം കേട്ടോ.
രണ്ടാമത്തത് ഒന്നുകൂടി പറയണോ? A test is a systematic procedure for comparing the behavior of two or more persons. രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികളുടെ പെരുമാറ്റങ്ങളെ താരതമ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു വ്യവസ്ഥാപിതമായ നടപടിക്രമം കൂടിയാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന്. അപ്പൊ രണ്ടോ അതിൽ കൂടുതലോ ആളുകളുടെ ബിഹേവിയർ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പാരിസൺ നടത്താൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്നാണ് ക്രോൺബാച്ച് പറയുന്നത്. ക്ലിയർ ആയോ? തേർഡ് വൺ പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ, പെരുമാറ്റം, അവരുടെ പെർഫോമൻസ്, പ്രകടനം, അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം, ഇത്തരം വശങ്ങളെ കുറിച്ചുള്ള ഒരു സാമ്പിൾ, ആ ഒരു അവരുടെ ബിഹേവിയർ എന്താണ്, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അതിനെ കുറിച്ചുള്ള ഒരു സാമ്പിൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശോധനയാണ് ഈ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്നാണ് മിൽട്ടൺ എംപ്ലർ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു വ്യക്തിയുടെ ബിഹേവിയർ എന്താണ്, പെർഫോമൻസ് എന്താണ്, അവരുടെ മനോഭാവം എങ്ങനെയാണെന്നൊക്കെയുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടെസ്റ്റിലൂടെ മനസ്സിലാക്കാനും എടുക്കാനും സാധിക്കും. ക്ലിയർ ആണോ? മനസ്സിലായോ? തേർഡ് വൺ വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് പറയട്ടെ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകളാണ് കേട്ടോ. സെലക്ഷൻ ടെസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. സെലക്ഷൻ ടെസ്റ്റുകളെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ക്ലിയർ ആണോ? നിങ്ങളുടെ കയ്യിൽ ക്ലിയർ ആണോ? ചെറിയ രീതിയിൽ ചിലത് മനസ്സിലാവാതെ ഉണ്ടാവും ചിലപ്പോ കേട്ടോ. അപ്പൊ മിസ് പറയുന്ന സമയത്ത് അറിയാത്തത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വായിക്കാൻ പറ്റാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യണേ. ഓക്കെ, ഇപ്പൊ നിങ്ങളിൽ ഫോട്ടോസ്റ്റാറ്റിന്റെ ഒക്കെ ആവുമ്പോൾ അതിൻ്റെതായ ചിലപ്പോൾ ചെറിയൊരു മങ്ങലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ വായിക്കുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ ഒരു വ്യത്യാസം ഉണ്ട് വായിക്കാനായിട്ട് കേട്ടോ. അപ്പോ മിസ് പറയാം. ഒന്നാമത്തത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഒന്നാമതാണ്. അപ്പൊ ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കി. ആദ്യം ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, സിറ്റുവേഷണൽ ടെസ്റ്റ്. ഇത്രയും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമായിരിക്കും. ക്ലിയർ അല്ലേ? ഇത് നിങ്ങളുടെ നോട്ട്സിൽ ക്ലിയർ അല്ലേ? പിന്നീട് ചോദിക്കുമ്പോ അല്ലെങ്കിൽ നോക്കുമ്പോ ഒക്കെ മാറിപ്പോ ചിലർക്ക് അല്ലെങ്കിൽ ഡൗട്ട് കിട്ടാം. അപ്പോ അത് ക്ലിയർ ആണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, സിറ്റുവേഷണൽ ടെസ്റ്റ്. ബാക്കിയൊന്നും കാണുന്നില്ല. ഓക്കെ, ശരി. അതില് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെയാണ് പിന്നെയും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒരു 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ബോക്സ് കണ്ടോ? ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ ആ ബോക്സിൽ എഴുതി വെക്കാം. മിസ് പറയുമ്പോ കിട്ടാത്തുണ്ടെങ്കിൽ എഴുതി വെക്കാം കേട്ടോ. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ 4 ആയിട്ട് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമതാണ് ഇന്റലിജൻസ് ടെസ്റ്റ്. ഇന്റലിജൻസ് ടെസ്റ്റ്. രണ്ടാമത്തത് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇന്റലിജൻസ് ടെസ്റ്റ്, മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. മൂന്നാമത്തത് സൈക്കോമോട്ടർ ടെസ്റ്റ്. നാലാമത്തത് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. കിട്ടിയോ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഇന്റലിജൻസ് ടെസ്റ്റ്, മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സൈക്കോമോട്ടർ ടെസ്റ്റ്,
ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇത് ഇതിന് താഴെ കൊടുത്തിട്ടുണ്ട് മക്കളെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇപ്പൊ ഒരെണ്ണം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും താഴെ നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ബോക്സിന്റെ അവിടെ എന്നാലും ഒന്ന് എഴുതി വെച്ചേക്കോ ക്ലിയർ അല്ലാത്തതുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ ആണോ അത്? രണ്ടാമത്തത് പറയട്ടെ. രണ്ടാമത്തത് അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ് അല്ലെ. അച്ചീവ്മെന്റ് ടെസ്റ്റിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. ജോബ് നോളജ് ടെസ്റ്റും വർക്ക് സാമ്പിൾ ടെസ്റ്റും. ജോബ് നോളജ് ടെസ്റ്റും വർക്ക് സാമ്പിൾ ടെസ്റ്റും. കിട്ടിയോ? ഓക്കെ, അടുത്തതാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഇൻട്രസ്റ്റ് ടെസ്റ്റിന് പ്രത്യേകമായിട്ട് വേറെ അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അത് മാത്രമേ ഉള്ളൂ. അത് ഒരു ടെസ്റ്റ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് അങ്ങനെ തന്നെയാണ്. അതിൽ കാറ്റഗറൈസ് ചെയ്തിട്ടൊന്നുമില്ല വേറെ. ഇനി അടുത്തത് എന്താണ്? പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെ. പേഴ്സണാലിറ്റി ടെസ്റ്റിന് നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ടെസ്റ്റും പ്രൊജക്റ്റീവ് ടെസ്റ്റും. ഒബ്ജക്റ്റീവ് ടെസ്റ്റും പ്രൊജക്റ്റീവ് ടെസ്റ്റും. അതൊക്കെ ക്ലിയർ ആയിരിക്കില്ല അല്ലെ. ഒബ്ജക്റ്റീവ് ടെസ്റ്റും പ്രൊജക്റ്റീവ് ടെസ്റ്റും. കിട്ടിയോ? കിട്ടിയോ? ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, പ്രൊജക്റ്റീവ് ടെസ്റ്റ്. ഇനി ലാസ്റ്റ് വൺ ആണ് സിറ്റുവേഷണൽ ടെസ്റ്റുകൾ. സിറ്റുവേഷണൽ ടെസ്റ്റ് അതിനെയും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് ഡിസ്കഷൻ, അതുപോലെ തന്നെ ഇൻ ബാസ്കറ്റ്. ഇൻ ബാസ്കറ്റ് കേട്ടോ, IN കഴിഞ്ഞിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് ബാസ്കറ്റ്. ഇൻ ബാസ്കറ്റ്. കിട്ടിയോ? ഓക്കെ ആണോ? ശരി, ഇനി നമുക്ക് ഓരോ അത് എന്താണെന്ന് ഇനി നമുക്ക് പഠിക്കുമ്പോഴാട്ടോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അത് ഇവിടെ വെച്ച് നമ്മൾ അതെല്ലാം പറയുന്നില്ല മിസ് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നും പഠിച്ചു പോവാം. അപ്പൊ അതിന് ടൈപ്സ് ഓഫ് ടെസ്റ്റിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കേട്ടോ, അതായത് അഭിരുചി പരിശോധന. ഇറ്റ് ഈസ് എ ടെസ്റ്റ് ഡിസൈൻഡ് ഫോർ evaluating the growth level achieved by on somewhat similar and clearly stated capabilities. അതായത് ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്, ഈ ടെസ്റ്റ് പ്രധാനമായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗ്രോത്ത് ലെവൽ അച്ചീവ്ഡ്, അതായത് ഒരു അവരുടെ ഇപ്പൊ ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ആപ്ലിക്കന്റ് അവിടെ ജോബ് വേണ്ടിയിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ അയച്ചാൽ അവർ നേടിയെടുത്തിട്ടുള്ള അവരുടെ വളർച്ചാ നിലവാരം എത്രത്തോളം ഉണ്ട്. ചില പ്രത്യേകമായിട്ടുള്ള സ്റ്റേറ്റഡ് ആയിട്ടുള്ള കേപ്പബിലിറ്റീസും സിമിലർ ആയിട്ടുള്ള കഴിവുകളും ആ ജോബിനോടനുബന്ധമായിട്ടുള്ള ചില സിമിലർ ആയിട്ടുള്ള കഴിവുകളോ അല്ലെങ്കിൽ ക്ലിയർലി സ്റ്റേറ്റഡ് ആയിട്ടുള്ള ക്ലിയർലി വ്യക്തമാക്കിയിട്ടുള്ള കഴിവുകളും അല്ലെങ്കിൽ കപ്പാസിറ്റിയും ഒക്കെ ഇവരുടെ ആ ഒരു എന്താണ് വളർച്ചയിൽ അവർ അച്ചീവ് ചെയ്തിട്ടുണ്ടോ, അത്തരത്തിലുള്ള ഒരു വളർച്ചാ നിലവാരം ഇവർ എത്തിയിട്ടുണ്ടോ എന്നൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ചെയ്യുന്നത്. These capabilities may include presentation of dimension, അവതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ന്യൂമറിക്കൽ എബിലിറ്റി അവരുടെ എന്താ സംഖ്യാപരമായിട്ടുള്ള കഴിവുകൾ, ഇമോഷണൽ എബിലിറ്റി വൈകാരികപരമായിട്ടുള്ള കഴിവുകൾ, ഇങ്ങനെയുള്ള കഴിവുകൾ പ്രത്യേകമായിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകമായി പരാമർശിച്ചിട്ടുള്ള ഇത്തരം കഴിവുകള് ആ ഒരു വ്യക്തിക്ക് എത്രത്തോളം ഉണ്ട്, അതാണ് നമ്മൾ ഇവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ വിലയിരുത്തുന്നത്. Then, നോക്കിയേ, this test aim at evaluating the capability of an individual or the hidden ability to learn what has been given to them. അപ്പൊ ഈ ഒരു ടെസ്റ്റ് വഴി പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ കഴിവ് അല്ലെങ്കിൽ അവരുടെ അന്തർലീനമായിട്ടുള്ള പുതിയ കാര്യങ്ങൾ, അവർക്ക് കൊടുക്കുന്ന പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള അവരുടെ ഒരു കഴിവ് മുതലായ കാര്യങ്ങള് പ്രൊവൈഡിങ് പ്രോപ്പർ ട്രെയിനിങ്. ഇപ്പൊ ശരിയായ ഒരു ട്രെയിനിങ് കൊടുത്താല്, ശരിയായ ഒരു പരിശീലനം കൊടുത്താല് അവർക്ക് എത്രത്തോളം അത് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ പഠിച്ചെടുക്കാനായിട്ട് അവരുടെ അന്തർലീനമായ ഹിഡൻ ആയിട്ടുള്ള മറഞ്ഞിരിക്കുന്ന കഴിവ് എത്രത്തോളം ഉണ്ട്, അതല്ലെങ്കിൽ ഇത് ചെയ്യാനായിട്ടൊരു ഇൻഡിവിജ്വലിന് അല്ലാതെ തന്നെ എത്രത്തോളം കഴിവ് കേപ്പബിലിറ്റീസ് ഉണ്ട് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി പറയുന്നുണ്ട് കേട്ടോ, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദീസ് ടെസ്റ്റ് ആർ കാറ്റഗറൈസ്ഡ് ആസ് ഫോളോസ്. അപ്പൊ ഇതിന് കീഴിൽ വരുന്ന കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ താഴെ പറയുന്നത്. അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ അഭിരുചി പരിശോധന, അതായത് ഇവിടെ ഈ ടെസ്റ്റ് വഴി ഗ്രോത്ത് ലെവല്, ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ആപ്ലിക്കന്റിന്റെ വളർച്ചാ നിരക്ക്, അവർ എത്രത്തോളം വളർച്ചാ നിലവാരം അവർ നേടിയെടുത്തിട്ടുണ്ട്, ഗ്രോത്ത് ഇത്രത്തോളം ഉണ്ട്, ഇത് പ്രത്യേകമായിട്ട് സ്റ്റേറ്റ് ചെയ്ത ചില ക്ലിയർലി സ്റ്റേറ്റഡ് ആയിട്ടുള്ള കഴിവുകൾ, ചില പ്രത്യേകമായ എല്ലാ കഴിവുകളിലും അവരുടെ വളർച്ച അല്ലെങ്കിൽ ഗ്രോത്തിന്റെ നിലവാരമൊന്നും അല്ലാണ്ട് നോക്കുന്നത്. ഈ ഒരു ജോബുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ട് പരാമർശിച്ചിട്ടുള്ള ആ ജോബിനോട് ആവശ്യമായിട്ടുള്ള സിമിലാരിറ്റിയിലുള്ള ചില പ്രത്യേകമായിട്ടുള്ള കഴിവുകള് ഇവർക്ക് എത്രത്തോളം ഉണ്ട്, ആ ഒരു നിലവാരം, ആ ഒരു വളർച്ചാ നിലവാരത്തിലേക്ക് ഇവര് നേടിയെടുത്തിട്ടുണ്ടോ ആ ഒരു നിലവാരം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഇതുവഴി നമ്മുടെ പ്രസന്റേഷനുമായി ബന്ധപ്പെട്ട, അവതരണവുമായി ബന്ധപ്പെട്ട കഴിവുകൾ നോക്കാറുണ്ട്. അതുപോലെ തന്നെ ന്യൂമറിക്കൽ എബിലിറ്റി, സംഖ്യാപരമായിട്ടുള്ള കഴിവുകൾ, അതുമായി ബന്ധപ്പെട്ട് കാൽക്കുലേഷൻസ് ചെയ്യാനും ഡേറ്റ കളക്ട് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഒരു കഴിവ്. ഇമോഷണൽ എബിലിറ്റി, വൈകാരികമായിട്ടുള്ള കഴിവ്, അങ്ങനെയുള്ള ചില പ്രത്യേകമായിട്ട് ആ ജോബുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റഡ് ആയിട്ടുള്ള, ക്ലിയർലി സ്റ്റേറ്റഡ് ആയിട്ടുള്ള കേപ്പബിലിറ്റീസ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഇവാലുവേഷൻ നടത്തുന്നത്. ഈ ടെസ്റ്റ് പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത് ഇവാലുവേറ്റിംഗ് ദ കേപ്പബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിന്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തുന്നു. അല്ല എങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എത്രത്തോളം അത് മനസ്സിലാക്കാനായിട്ട് ഒരു ഹിഡൻ എബിലിറ്റി അല്ലെങ്കിൽ മറന്നിരിക്കുന്ന ഒരു കഴിവ് അവർക്കുണ്ടോ. അതായത് ഇപ്പൊ ഓൾറെഡി അവർക്ക് നല്ല കഴിവുണ്ടാവാം, അല്ല എങ്കിൽ ലേൺ ചെയ്യാൻ ചിലർക്ക് നല്ല കഴിവുണ്ടാവും അല്ലെ. ഇപ്പൊ പുതിയ ഓൾറെഡി ഇപ്പൊ അറിയില്ലെങ്കിൽ പോലും പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ചില ആളുകൾക്ക് നല്ല കഴിവുണ്ടാവില്ലേ, ഉണ്ടാവില്ലേ. ഇപ്പൊ ഒരു ഫ്രഷർ ആയിട്ട് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ അതിനെ പറ്റി വലിയ കഴിവോ അറിവോ ഒന്നും ഉണ്ടാവില്ല, എങ്കിൽ പോലും ചില കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ ചിലർക്ക് നല്ല കഴിവുണ്ടാവും ഇല്ലേ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഓൾറെഡി എത്രത്തോളം നല്ല കഴിവുണ്ടെന്ന് വിലയിരുത്താം, അല്ല എങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്താൽ അവർക്ക് അത് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അത് പഠിക്കാനുമുള്ള ഒരു കഴിവ് അവർക്ക്, അവരുടെ മറഞ്ഞിരിക്കുന്ന കഴിവ് എത്രത്തോളം ഉണ്ട് അത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വിലയിരുത്താനും നമുക്ക് ഈ ഒരു ടെസ്റ്റുകള് ലക്ഷ്യം വെക്കുന്നുണ്ട്. മനസ്സിലായോ? ഇപ്പൊ ക്ലിയർ ആയോ ആര്യ? ആര്യല്ലേ? ഓക്കെ. ഇനി ഇതിലെ 4 കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വണ്ണാണ് ഇന്റലിജൻസ് ടെസ്റ്റ്. അറിയാലോ ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? These tests are made for the purpose of evaluating various mental tasks like reasoning, യുക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, യുക്തിപരമായി ചിന്തിക്കുക, കോംപ്രിഹെൻഷൻ, ഓരോ കാര്യങ്ങളും ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കഴിവ്, അതുപോലെ തന്നെ ജഡ്ജ്മെന്റ്, ഓരോ കാര്യങ്ങളും വിലയിരുത്തുന്നതിന് അല്ലെങ്കിൽ വിധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കഴിവ്, അങ്ങനെയുള്ള മെന്റൽ ടാസ്കുകളുമായി ബന്ധപ്പെട്ട എന്താണ് ടെസ്റ്റ് ആണ് ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. An intelligence test is designed to provide a basic idea about an individual's mental ability. ഒരു ഇൻഡിവിജ്വലിന്റെ മെന്റൽ എബിലിറ്റിയെ കുറിച്ചൊരു ബേസിക് ഐഡിയ ഇതുവഴി അവർക്ക് കിട്ടുകയും ചെയ്യും. In simple words, this test evaluates the various human behaviors in an effective manner in comparison to any other device. മറ്റേതൊരു മെത്തേഡിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഒരു ഹ്യൂമൻ ബിഹേവിയർ എളുപ്പത്തിൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടൊരു നല്ലൊരു സിമ്പിൾ മെത്തേഡ് കൂടിയാണ് ഈ ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. These tests provide professional with a standard way to compare the performance of an individual with another. ഇപ്പൊ ഇവിടെ വെച്ച് നമുക്ക് അവരുടെ ന്യൂമറിക്കൽ എബിലിറ്റി എങ്ങനെയാണ്, അവരുടെ അല്ലെങ്കിൽ റീസണിങ് എബിലിറ്റി എങ്ങനെയാണ്, അവരുടെ ഓരോ കാര്യങ്ങളും ഗ്രഹിക്കുന്നതിനുള്ള കഴിവ് എങ്ങനെയാണ്, ജഡ്ജ്മെന്റിനുള്ള ഒരു കഴിവ് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് അവരുടെ ഒരു പ്രൊഫഷണലിന് ഇത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ നിലവാരവും മറ്റു കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇവർക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. Then who belongs to the same group, സെയിം ഏജ് ഗ്രൂപ്പിലുള്ള 2-3 പേരുണ്ടെങ്കിൽ അവരില് അവരുടെ പെർഫോമൻസും കാര്യങ്ങളും വിലയിരുത്തി താരതമ്യം ചെയ്ത് ഒരു പ്രൊഫഷണലിന് അവരുടെ ഇൻഡിവിജ്വലിന്റെ കഴിവ് എത്രത്തോളം ഉണ്ട്, പ്രകടനം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും.
These tests give factual data on cultural and biological differences among people as well. അതുപോലെ തന്നെ ഇത് കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞ് ഓരോ വ്യക്തികൾക്കും ഇടയിലുള്ള ജനിതകപരമായ ജന്മനായുള്ള അല്ലെങ്കിൽ ജീവശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങളാവാം, കൾച്ചറൽ സാംസ്കാരികപരമായിട്ടുള്ള വ്യത്യാസങ്ങളും മുതലായ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, വസ്തുതാപരമായ ഡേറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു വ്യക്തിയുടെ മെന്റൽ എബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് ഈ ടെസ്റ്റുകളിലൂടെ മെന്റൽ ടാസ്കുകൾ അവർക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതായത് റീസണിങ്, ഓരോ കാര്യങ്ങളെയും ന്യായമായ രീതിയിൽ യുക്തിപരമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ അവർക്ക് എത്രത്തോളം കഴിവുണ്ട്. കോംപ്രഹെൻഷൻ, അതായത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഗ്രഹിക്കാനായിട്ട് അവർക്ക് ഓരോ കാര്യങ്ങളും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും എത്രത്തോളം കഴിവുണ്ട്. ഓരോ കാര്യങ്ങളും ജഡ്ജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വിലയിരുത്താൻ എത്രത്തോളം കഴിവുണ്ട് മുതലായ മെന്റൽ ടാസ്കുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഇൻഡിവിജ്വലിന്റെ മെന്റൽ എബിലിറ്റി ആണ് നമുക്ക് ഈ ഇന്റലിജൻസ് ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇതുവഴി ഹ്യൂമൻ ബിഹേവിയേഴ്സ് നമുക്ക് മറ്റുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹ്യൂമൻ ബിഹേവിയേഴ്സ് മെന്റൽ ആയിട്ടുള്ള അവരുടെ ടാസ്കുകൾ ചെയ്യാനുള്ള ഒരു കഴിവും ആ പെരുമാറ്റവും നമുക്ക് ഇതുവഴി മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വലിന്റെയും മറ്റൊരു ഇൻഡിവിജ്വലിന്റെയും തമ്മിൽ നമുക്ക് ഇവരുടെ പെർഫോമൻസിനെ കമ്പയർ ചെയ്യാനായിട്ട് ഒരു നിലവാരമുള്ള ഒരു മെത്തേഡായിട്ട് പ്രൊഫഷണൽസിന് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ these tests give factual data on cultural and biological differences among people as well. അവിടെയുള്ള ആ ആളുകളുടെ എന്താണ് ജീവശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങളും അവരുടെ സാംസ്കാരികപരമായ വ്യത്യാസങ്ങളും നമുക്ക് ഒരു വസ്തുതാപരമായ ഡേറ്റാസിലൂടെ ഈ ടെസ്റ്റുകൾ വഴി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ക്ലിയർ ആണോ ഇന്റലിജൻസ് ടെസ്റ്റ്? മനസ്സിലായോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ഓൾസോ കോൾഡ് മെക്കാനിക്കൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് കൂടി നമുക്ക് വിളിക്കാം. അപ്പൊ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് വിളിക്കാം. നോക്കിയേ, ദീസ് ടെസ്റ്റ് ആർ അസസ്ഡ് ബൈ മോസ്റ്റ് ഓഫ് ദ എംപ്ലോയേഴ്സ്. ഈ ടെസ്റ്റുകൾ സാധാരണയായിട്ട് മിക്ക എംപ്ലോയേഴ്സും അസസ്മെന്റിന് വേണ്ടി ഈ ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നേവി, ആർമി, എയർഫോഴ്സ്, മെനി പ്രൈവറ്റ് അങ്ങനെയുള്ള പല പ്രൈവറ്റ് ഓർഗനൈസേഷൻസും ഈ മെക്കാനിക്കൽ എബിലിറ്റി അവരുടെ അറിയാൻ വേണ്ടിയിട്ട് പരിശോധനകൾ നടത്താറുണ്ട്. These tests are used by an employer during the phase of job applications, and doing well in this test means that the candidate is capable of the job is looking for. അപ്പൊ ഇവിടെ ഈ ടെസ്റ്റുകൾ ചെയ്ത് മിസ് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ, അതിനുശേഷം മിസ് അതിന്റെ റിപ്ലൈ തരാം കേട്ടോ. Okay, അപ്പൊ നോക്കിയേ, these tests are used by an employer during the phase of job application. ജോബ് ആപ്ലിക്കേഷന്റെ ഫേസിൽ തന്നെ എംപ്ലോയർ ഈ ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? And doing well in this test means that the candidate is capable of the job he is looking for. അവര് നോക്കി അല്ലെങ്കിൽ അവർ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ജോബിന് വേണ്ടിയിട്ട് ആ കാൻഡിഡേറ്റ് എത്രത്തോളം കഴിവുണ്ട് അല്ലെങ്കിൽ കേപ്പബിൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പല ജോബ് ആപ്ലിക്കേഷൻ ഫേസിന്റെ ഭാഗമായിട്ട് എംപ്ലോയേഴ്സ് ഈ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അതായത് എവരി കാൻഡിഡേറ്റ് സീക്കിംഗ് എ ന്യൂ ജോബ്, അപ്പൊ ഒരു മെക്കാനിക്കൽ ഫീൽഡിലേക്ക് ഒരു പുതിയ ജോബ് നേടണമെന്ന് അല്ലെങ്കിൽ തേടുന്നവരായിരിക്കാം, അല്ല എങ്കിൽ അതേ ഫീൽഡിൽ തന്നെ പുതിയൊരു പൊസിഷനിലേക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ എന്താണ് പ്രൊമോഷൻ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. ഈസ് റിക്വയർഡ് ടു പാസ് ദിസ് ടെസ്റ്റ് ബിഫോർ ഹി ഈസ് ഓഫർഡ് ദ ജോബ്. അവർ ആ ഒരു ജോലി വാഗ്ദാനം ചെയ്യുന്നതിന് വേണ്ടി അവർ ഈ ഒരു ടെസ്റ്റ് പാസ് ആവേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താന്ന് മനസ്സിലായോ? മെക്കാനിക്കൽ എബിലിറ്റി ആണ് അവരുടെ. ഇപ്പൊ മെക്കാനിക്കൽ ഫീൽഡില് നമുക്ക് ഏതൊരു മെക്കാനിക്കൽ ഫീൽഡും പലത്, ഇപ്പൊ പ്രത്യേകിച്ച് നേവി, ആർമി, എയർഫോഴ്സ് അല്ല എങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണെങ്കിലും മിക്ക മെക്കാനിക്കൽ എബിലിറ്റി വേണ്ട ഏതൊരു ജോലിയുമായി ബന്ധപ്പെട്ട് അവര് ഈ ഒരു ടെസ്റ്റുകൾ ചെയ്ത് നോക്കാറുണ്ട്. അപ്പൊ മെക്കാനിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് അവർക്ക് കഴിവുണ്ടോ, അവർ ഉദ്ദേശിച്ച ആ ഒരു ജോലി ചെയ്യാനായിട്ട് ഇവർക്ക് കേപ്പബിൾ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അവർ ഒന്നില്ലെങ്കിൽ പുതിയൊരു ജോലി നേടുന്നതിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ജോലിയിൽ നിന്നും പുതിയൊരു പൊസിഷനിലേക്ക് സ്ഥാനം കയറ്റം ഉണ്ടാവാൻ വേണ്ടി പ്രൊമോഷൻസിന് വേണ്ടിയിട്ടും അവർ ഈ പറയുന്ന ആ ഒരു ടെസ്റ്റ് പാസ് ആവേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണോ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്? മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മനസ്സിലായോ? മനസ്സിലായോ?
എന്താണ് ചോദിച്ചത് പാർവതി? ഫസ്റ്റ് വണ്ണാണെങ്കിൽ നമുക്ക് പറയാം ഇപ്പോ ഇന്റലിജന്റ് റീസണിങ്, അതായത് ഇപ്പൊ പ്രോബ്ലം സോൾവിങ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കുകയും അത് വിലയിരുത്തി ഒരു അഭിപ്രായം പറയേണ്ടിയൊക്കെ വരുന്ന ചില ജോലികൾ ഉണ്ടാവും അല്ലെ. അതായത് കുറച്ചുകൂടി നല്ല രീതിയിൽ നല്ല പൊസിഷൻ, ഇപ്പോ അൺസ്കിൽഡ് ആയിട്ടുള്ള ഏരിയ ഒന്നും അല്ല കേട്ടോ, കുറച്ച് സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല നല്ല പദവികൾ വഹിക്കേണ്ട ആളുകൾ എന്ന് പറയുമ്പോൾ അവർ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് യുക്തിപരമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടത്, അതിനനുസരിച്ച് ജഡ്ജ്മെന്റ് കപ്പാസിറ്റി വേണ്ടതുമായിട്ടുള്ള പൊസിഷനുകളുണ്ട് ഇല്ലേ. ഒരു മാനേജേഴ്സ് പോസ്റ്റുകളാവാം, അങ്ങനെയുള്ള നല്ല നല്ല പൊസിഷനുകളില്ലേ, ഹയർ ലെവലിലുള്ള പൊസിഷനുകള്. ഒരു അൺസ്കിൽഡ് ജോബിനൊക്കെ ഇവർക്ക് ഈ പറയുന്ന ജഡ്ജ്മെന്റ് കപ്പാസിറ്റിയോ അല്ലെങ്കിൽ റീസണിങ്ങോ ഒന്നും ആവശ്യമായിട്ട് വരില്ല അല്ലെ. പക്ഷെ പ്രോബ്ലം സോൾവ് ചെയ്യാനും അതിനനുസരിച്ച് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ച്, അതുപോലെ തന്നെ ഈ ഒരു ജോബ് പ്രധാനമായിട്ടും നമ്മുടെ ഇപ്പോ ഈ കസ്റ്റമർ എക്സിക്യൂട്ടീവ്സുമായി ബന്ധപ്പെട്ടെങ്കിലേ അങ്ങനെയുള്ള ജോബിനും ഈ ഒരു ഇന്റലിജൻസ് ടെസ്റ്റുകൾ നോക്കാറുണ്ട് കേട്ടോ. അപ്പൊ അവരുടെ മെന്റൽ ആയിട്ടുള്ള എത്രത്തോളം നന്നായിട്ട് അവരുടെ മെന്റൽ എബിലിറ്റി വർക്ക് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത്. അതായത് അവർക്ക് ഇപ്പൊ ഒരു കാര്യം കിട്ടിയാല് അത് എങ്ങനെ അവർ യുക്തിപരമായിട്ട് ചിന്തിക്കുന്നു, അതിനനുസരിച്ച് അവർ എത്രത്തോളം ആ ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് അതിനെ വിലയിരുത്തുന്ന രീതി, അതിനനുസരിച്ച് ഒരു പ്രോബ്ലത്തിൽ കിട്ടിയാൽ അത് കൃത്യമായി മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ച് അത് സോൾവ് ചെയ്യുന്ന രീതി, അങ്ങനെയുള്ള ജോബുകൾക്കൊക്കെയാണ് ഇന്റലിജൻസ് ടെസ്റ്റ് കൂടുതലായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ വരുത്തുന്നത്. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ ഫീൽഡുകൾ ഉണ്ടല്ലോ, മെക്കാനിക്കൽ ആയിട്ടുള്ള ജോബുകൾ ചെയ്യുന്ന ഫീൽഡുകളിലേക്ക് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയോ ഓൾറെഡി ഉള്ള ജോലിയിൽ നിന്നും പുതിയ പൊസിഷനിലേക്ക് പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ ഈ ടെസ്റ്റുകൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാറുണ്ട്. ക്ലിയർ ആണോ? രണ്ടെണ്ണം അപ്പൊ മനസ്സിലായോ? ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് സൈക്കോമോട്ടർ ടെസ്റ്റ്. സൈക്കോമോട്ടർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ are considered for evaluating the capability of an individual with respect to a particular job. ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഡിവിജ്വലിന്റെ കഴിവ് അത് ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഈ സൈക്കോമോട്ടർ ടെസ്റ്റുകളിലൂടെയും നമ്മൾ ചെയ്യുന്നത്. This test also help in taking any decision on the mental skill, അവരുടെ മാനസികമായ കഴിവുകളോ അതോടൊപ്പം തന്നെ അവരുടെ മോട്ടർ എബിലിറ്റി, എന്താ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട അവരുടെ എബിലിറ്റീസ്, ഓൾസോ സം അതർ ക്വാളിറ്റീസ്, അതുകൂടാതെ മറ്റു പല ക്വാളിറ്റീസും നമ്മൾ ഇതില് എന്ത് ചെയ്യുന്നുണ്ട്, പരിശോധന നടത്തി തീരുമാനം എടുക്കുന്നുണ്ട്. Where an individual needs to use his muscular movement, അവരുടെ മസിൽസുമായി ബന്ധപ്പെട്ട മൂവ്മെന്റ് വേണ്ട, നല്ല കൺട്രോൾ വേണ്ട, നല്ല കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് വേണ്ടതായിട്ടുള്ള ജോലികൾ ഉണ്ടാവും അല്ലേ. മെന്റലി മനസ്സിലാക്കണം, അതിനനുസരിച്ച് മസ്കുലാർ മൂവ്മെന്റ്സ് നടത്തേണ്ടി വരുന്ന ജോലികളില്ലേ ഇല്ലേ മക്കളെ. അവരുടെ മെന്റലി അവർക്ക് നല്ല രീതിയിലുള്ള റീസണിങ് അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യണം, അതിനനുസരിച്ച് തന്നെ എന്താണ് മോട്ടർ എബിലിറ്റി എന്ന് പറയും അതിനെ. അതായത് മസ്കുലാർ മൂവ്മെന്റ്സ്, മസിൽസുമായി ബന്ധപ്പെട്ട മൂവ്മെന്റ്സ് പ്രോപ്പർ ആയിരിക്കണം, കൺട്രോൾഡ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റണം, കോർഡിനേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള ടാസ്കുകൾ ഉൾപ്പെടുന്ന ജോലികളിലാണ് സൈക്കോമോട്ടർ ടെസ്റ്റുകൾ നമ്മൾ കൂടുതലായിട്ടും ചെയ്യുക. അപ്പൊ ഇതുവഴി ഒരു വ്യക്തിയുടെ മെന്റൽ സ്കില്ലും മോട്ടോർ എബിലിറ്റിയും അതുപോലെ തന്നെ മറ്റു ക്വാളിറ്റിയൊക്കെ നമ്മൾ വിലയിരുത്തുന്നുണ്ട്. ദീസ് ടെസ്റ്റ് ആർ യൂസ് ടു സെലക്ട് വർക്കേഴ്സ് ഫോർ സെമി സ്കിൽഡ് ആയിട്ടുള്ള, അതായത് വളരെ സ്കിൽഡ് ആയിട്ടുള്ളതല്ല, സെമി സ്കിൽഡ് ആയിട്ടുള്ളതും ലേബറസ് ജോബ്സും, അതായത് പാക്ക് ചെയ്യുക, ടെസ്റ്റിംഗ് ചെയ്യുക, എക്സാമിനേഷൻസ് നടത്തുക, അസംബ്ലിംഗ് വർക്കുകളൊക്കെ ഇല്ലേ. ഇപ്പൊ ഒരു പാക്ക് ചെയ്യുന്ന ജോലി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള കണക്കുകൾ അവരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, അതിനനുസരിച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടി വരില്ലേ. ചില ജോലികൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടില്ലേ, അതിന്റെ ആ മൂവ്മെന്റിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാല് മൊത്തത്തിൽ കൊള്ളാവും അല്ലെ. അപ്പൊ അത്തരത്തിൽ വളരെ മൂവ്മെന്റ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം, വളരെ കോർഡിനേറ്റഡ് ആയിട്ട് ഇല്ലേ. ഇപ്പൊ നമുക്കറിയാം ഒരു പാക്കിംഗ് ജോബ് എന്നൊക്കെ പറയുമ്പോൾ വളരെ കോർഡിനേറ്റഡ് ആയിട്ട് വേഗം ചെയ്താലാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നമുക്ക് അതിങ്ങനെ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ വളരെ കോർഡിനേറ്റഡ് ആയിട്ട് വളരെ, അതെ ഫാക്ടറിയിലൊക്കെ നമുക്ക് എപ്പോഴും നമുക്ക് കാണാറുണ്ട് അല്ലെ അങ്ങനെയൊക്കെ ചെയ്യുന്നത്.
ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ, ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ മസ്കുലാർ മൂവ്മെന്റ്സ് വരണം. അതോടൊപ്പം തന്നെ നല്ല മെന്റൽ ആയിട്ടുള്ള എബിലിറ്റിയും വേണം. വേണ്ടേ? അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് വന്നാൽ മാത്രമേ നല്ല രീതിയിൽ ആ ഒരു മൂവ്മെന്റ് നമുക്ക് സാധ്യമാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള സെമി സ്കിൽഡ് ആയിട്ടുള്ള ലേബർ ജോബ്സുകൾക്കാണ് പ്രധാനമായിട്ടും ഈ സൈക്കോമോട്ടർ ടെസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പൊ ഓരോ ജോലിക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. ക്ലിയർ ആണോ? തേർഡ് വൺ സൈക്കോമോട്ടർ ടെസ്റ്റുകൾ മനസ്സിലായോ? ഓക്കെ. ദെൻ നാലാമത്തെ ലാസ്റ്റ് വൺ ആണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? These tests are designed with the purpose of recognizing such candidates who are capable of working actively and perfectly in administrative റോളുകൾ. ഭരണപരമായിട്ടുള്ള റോളുകൾ ചെയ്യുന്ന ആളുകളിലെ അത്തരം റോളുകളിലേക്കാണ് നമ്മൾ ഒരു പൊസിഷനിലേക്കാണ് നമ്മൾ വേക്കൻസിയിലെ ആളുകളെ സെലക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ളതാകുമ്പോ ആ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള റോളുകള് വളരെ ആക്റ്റീവ് ആയിട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ടും പെർഫോം ചെയ്യാനായിട്ട് ഈ വന്നിരിക്കുന്ന കാൻഡിഡേറ്റിന് കഴിവുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ? ആ ഒരു പർപ്പസിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ടെസ്റ്റ് ആണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നോക്കിയേ, എനി മിസ്റ്റേക്ക് ഇപ്പൊ ബില്ലിംഗ് ചെയ്യുക, അതിലൊരു മിസ്റ്റേക്ക് വരാൻ പാടില്ല അല്ലെ? ബില്ലിംഗ് ചെയ്യുമ്പോൾ അതിൽ മിസ്റ്റേക്ക് വരാൻ പാടുണ്ടോ? വളരെ ശ്രദ്ധിച്ചു വേണം അത് ചെയ്യാനായിട്ട് അല്ലെ? അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ്, ഇതിലൊക്കെ മിസ്റ്റേക്കുകൾ വന്നാല്, ചെറിയ മിസ്റ്റേക്കുകൾ വന്നാലും മേ കോസ് എ ബിഗ് ലോസ് ടു ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷന് വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടാവും അല്ലെ? അപ്പോ ഓർഗനൈസേഷൻ യൂസ് ദ ടെസ്റ്റ് while hiring people for clerical job. അപ്പൊ ഇത്തരത്തിലുള്ള ക്ലറിക്കൽ ജോബുകൾക്കും കാഷ്യേഴ്സ്, വെയർ ഹൗസ് വർക്കേഴ്സ്, ബാങ്ക് സ്റ്റാഫുകള്, അത്തരത്തില് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് അല്ലെങ്കിൽ ക്ലറിക്കൽ ജോബുകളുമായി ബന്ധപ്പെട്ട ഇത്തരം പൊസിഷനുകളിലേക്ക് നമുക്കൊരു കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ ആളുകളെ നിയമിക്കുന്നതിന് മുൻപായിട്ട് ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഹൈ കോൺസെൻട്രേഷൻ ആൻഡ് ആക്യുറസി ആർ മോർ ഇമ്പോർട്ടന്റ്. കാരണം അറിയാം, ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു കാഷ്യർ അല്ലെങ്കിൽ ഒരു ക്ലറിക്കൽ ജോബ് ചെയ്യുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടൊരു കോൺസെൻട്രേഷനും കൃത്യതയും അവരുടെ ഓരോ കാര്യത്തിലും വേണ്ടേ? അപ്പൊ ഒരു ബില്ല് തയ്യാറാക്കുമ്പോ അല്ലെങ്കിൽ കാഷ്യർ ആ കണക്കുകൾ കറക്റ്റ് ആയിട്ട് പണം വാങ്ങുമ്പോഴും അത് കൊടുക്കുമ്പോഴും ഒക്കെ കൃത്യമായ കണക്കുകൾ, അല്ലെങ്കിൽ ചെറിയൊരു അശ്രദ്ധ പോലും വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടാക്കില്ലേ? ഉണ്ടാക്കോ? വളരെ കോൺസെൻട്രേഷനോട് കൂടി ചെയ്യേണ്ട ഒരു ജോലിയല്ലേ? വളരെ കൃത്യതയോടുകൂടി ചെയ്യേണ്ട ജോലിയല്ലേ? അപ്പൊ അത്തരത്തില് നല്ല കോൺസെൻട്രേഷനോട് കൂടി, നല്ല ആക്ടിവിറ്റിയോട് കൂടി അത്തരം ജോലികൾ ചെയ്യാനായിട്ട് നമ്മുടെ ഈ കാൻഡിഡേറ്റിന് കഴിവുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ടെസ്റ്റ് ആണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. These tests evaluate particular abilities required for official work. ഇത്തരത്തിലുള്ള ഒഫീഷ്യൽ വർക്കുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എബിലിറ്റീസ് അല്ലെങ്കിൽ കഴിവുകളും അറിവുകളും ഒക്കെ ആ ഒരു വന്നിരിക്കുന്ന കാൻഡിഡേറ്റിനുണ്ടോ എന്ന് നമുക്ക് ഈ ടെസ്റ്റുകളിലൂടെ വിലയിരുത്താൻ സാധിക്കും. ദിസ് ടെസ്റ്റ് മേ ഇൻക്ലൂഡ് സ്പെല്ലിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, കോപ്പിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, കമ്പ്യൂട്ടറൈസേഷനുമായി ബന്ധപ്പെട്ടോ, വേർഡ് മെഷറിംഗുമായി ബന്ധപ്പെട്ടോ, കോംപ്രഹെൻഷൻ എന്താ അതിന്റെ ആ ഒരു സംഗ്രഹണവുമായി ബന്ധപ്പെട്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നോക്കുന്നുണ്ട്. ദീസ് ടെസ്റ്റ് ആർ വേരിയബിൾ ഇൻ നേച്ചർ ഡ്യൂ ടു ദ വെറൈറ്റി ഓഫ് ജോബ് റിക്വയർമെന്റ്. ആ ജോബിന്റെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് ഈ ഒരു ടെസ്റ്റുകളുടെ സ്വഭാവത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ക്ലറിക്കൽ ജോബിൽ തന്നെ പ്രത്യേകമായിട്ട് കോൺസെൻട്രേഷൻ വേണ്ട ജോലികളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ടെസ്റ്റുകളിൽ പല മാറ്റങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ആയിരിക്കും ഈ വഴി ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും കൊടുക്കുക. അപ്പൊ അങ്ങനെ പല വ്യത്യസ്തമായിട്ടുള്ള ടെസ്റ്റുകള് നമ്മൾ ഈ ഒരു ജോബിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ഇതിനുള്ളിൽ തന്നെ വ്യത്യസ്തമാക്കി കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് പങ്കിടുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബില്ലിംഗ്, അക്കൗണ്ടിങ്, അതുപോലെ തന്നെ ക്ലറിക്കൽ ആയിട്ടുള്ള ജോബുകൾ, കാഷ്യർ, വെയർ ഹൗസ് വർക്കേഴ്സ്, ബാങ്ക് സ്റ്റാഫുകൾ മുതലായിട്ടുള്ള ഹൈ കോൺസെൻട്രേഷൻ ആൻഡ് ആക്യുറസി വേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോബുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അത്തരം കാൻഡിഡേറ്റ്സിന് ആ ഒരു കഴിവുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കി. അപ്പൊ നമ്മൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് ടെസ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഫസ്റ്റ് വൺ ആണ് നമ്മൾ പറഞ്ഞത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്.
അതിനെയാണ് നാലായിട്ട് കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ പഠിച്ചത്. ഇന്റലിജൻസ് ടെസ്റ്റ്, മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സൈക്കോ മോട്ടോർ ടെസ്റ്റ്, ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. വേഗം ഒന്ന് വായിച്ചിട്ട് റിപ്ലൈ തരാം കേട്ടോ. എന്താണ് പാർവതി ചോദിച്ചത്? സൈക്കോമോട്ടർ ടെസ്റ്റോ? സൈക്കോമോട്ടർ ടെസ്റ്റ് എന്ന് പറഞ്ഞാലേ മോളെ, സൈക്കോമോട്ടർ ടെസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ഇൻഡിവിജ്വലിന്റെ ആ ഒരു ജോബുമായി ബന്ധപ്പെട്ട ഒരു പർട്ടിക്കുലർ കഴിവ്. അതായത് ഇവിടെ പ്രധാനമായിട്ടും നോക്കുന്നത് ആ ഒരു വ്യക്തിയുടെ മെന്റൽ സ്കില്ലും അതോടൊപ്പം തന്നെ മോട്ടോർ എബിലിറ്റി. മോട്ടോർ എബിലിറ്റി എന്ന് പറഞ്ഞാൽ മസ്കുലാർ മൂവ്മെന്റ്, നമ്മുടെ മസിൽസിന്റെ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ കൺട്രോളും കോർഡിനേഷനും ശരിയായ രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. അതായത് ഇപ്പോ ഇങ്ങനെയുള്ള സൈക്കോമോട്ടർ ടെസ്റ്റുകളൊക്കെ പറഞ്ഞാല് ഒരു ഡ്രൈവറുമായി ബന്ധപ്പെട്ട്, ഇപ്പൊ ഒരു ഡ്രൈവർ എന്ന് പറയുമ്പോൾ അവരുടെ മൂവ്മെന്റും മെന്റൽ സ്കില്ലും ഒരുപോലെ വേണം അല്ലെ? ഒരു ഡ്രൈവിങ്ങിന് വേണ്ട ഒരു കാര്യമില്ലത് അല്ലെ? നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ആലോചിച്ചിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് സേഫ് ആയിട്ട് പോകാൻ പറ്റുമോ? ഇല്ല അല്ലെ? ആണോ? ഒരു ഡ്രൈവറുടെ കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഡ്രൈവർ ഒരേ സമയം കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം, അതുപോലെ തന്നെ സമയാസമയങ്ങളിൽ അവരുടെ മോട്ടോർ മൂവ്മെന്റ്സും കറക്റ്റ് ആയിരിക്കട്ടെ, നല്ല കോർഡിനേറ്റഡ് ആയിട്ട് വരണ്ടേ? അപ്പോഴല്ലേ നമുക്ക് സേഫ് ആയിട്ടുള്ള ഡ്രൈവിംഗിന് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ നോക്കിയ ഒരു സർജിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡില് ഒരു സർജന്റെ കാര്യം എടുത്തു നോക്കൂ. അവര് ചിന്തിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അവർക്ക് ആ ഒരു എബിലിറ്റിയിലൂടെ അല്ലെങ്കിൽ മൂവ്മെന്റ്സിലൂടെ ചെയ്യാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ വളരെ കോർഡിനേറ്റഡ് ആയിട്ട് കൺട്രോൾ ആയ രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ. അല്ല എങ്കിൽ എന്ത് പറ്റും? ശസ്ത്രക്രിയ ശരിയായ രീതിയിൽ നടക്കോ? ഇല്ല അല്ലെ? അതുപോലെ തന്നെ ഇപ്പോൾ ഏവിയേഷനുമായി ബന്ധപ്പെട്ടോ എയറോസ്പേസുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള പൈലറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്ന് ആലോചിച്ച് അങ്ങനെ അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ബാങ്കിങ് ജോബുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അങ്ങനെയുള്ള ഏത് കാര്യത്തിനും മെന്റൽ സ്കില്ലും വേണം, അവരുടെ മോട്ടോർ എബിലിറ്റിയും വേണം. മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു കൺട്രോളും കോർഡിനേഷനും മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുക, മസ്കുലാർ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുക. ഇത്തരം കാര്യങ്ങൾ വന്നിരിക്കുന്ന ആ ഒരു കാൻഡിഡേറ്റിന് ഈ ഒരു കഴിവുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് സൈക്കോമോട്ടർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി? ഈ ഇന്റലിജൻസ് ടെസ്റ്റില് ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുവേ. ന്യൂമറിക്കൽ ആയിട്ടുള്ള നമ്മുടെ എബിലിറ്റി ഒക്കെ ഇല്ലേ, റീസണിങ് മാത്രമല്ല, നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റീസ് ഇല്ലേ, കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട എബിലിറ്റീസ് കാര്യങ്ങൾ, അതൊക്കെ ഇന്റലിജൻസ് ടെസ്റ്റിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഓരോ പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇല്ലേ. ഇപ്പൊ അക്കൗണ്ടിങ് മേഖലയുമായി ബന്ധപ്പെട്ടത് നമുക്ക് ന്യൂമറിക്കൽ എബിലിറ്റി വേണ്ടേ? അപ്പൊ ആ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്റലിജൻസ് ടെസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ.
വായിച്ചു കഴിഞ്ഞോ? ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.